കോടതി തീരുമാനം അല്പം കൂടി വൈകുന്നുണ്ട്. 1 മണിക്ക് ഒരു പക്ഷേ ഈ നോട്ട് ടു അറസ്റ്റ് ഹർജിയുമായി ബന്ധപ്പെട്ടുള്ള വിധി പ്രസ്താവം ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷെ അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അല്പം കൂടി ഒരുപക്ഷെ വൈകിയേക്കാം, ഏത് നിമിഷവും തീരുമാനമുണ്ടായേക്കാം. അരുണ്, ഇവിടെ ഒരു പ്രധാന പ്രശ്നം, ഇന്ന് കോൺഗ്രസ് പാർട്ടിയിൽ ഇന്നും ചില അഭിപ്രായങ്ങൾ ഉയർന്നു. ഒന്ന്, ആദ്യം രാജ്മോഹൻ ഉണ്ണിത്താനായിരുന്നു. നമ്മളോട് KV ബൈജലിനോട് സംസാരിച്ചപ്പോൾ വളരെ കൃത്യമായി തന്നെ ഇയാളെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുന്നു. K മുരളീധരൻ കുറച്ചുകൂടി കാര്യങ്ങൾ കടുപ്പിക്കുന്നു. ഒപ്പം രമേശ് ചെന്നിത്തല പാർട്ടിയുടെ തെറ്റല്ല, വ്യക്തിപരമായ ചില ചാഞ്ചല്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് സംഭവിച്ചതാണ് ഈ കെടുതിയിലേക്ക് എത്തിയത് എന്നുള്ള വിമർശനമുണ്ടാകുന്നു. പക്ഷേ പുറത്താക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ കോൺഗ്രസ് പാർട്ടി വല്ലാതെ ചെന്നുപെട്ട ഒരു പ്രതിസന്ധിയുണ്ട്. അതും തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്കറിയാം. ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് വലിയ പ്രചരണം നടത്തുന്നതിനിടയിലാണ് ഈ 3 ദിവസം കൂടിയെങ്കിലും കുറഞ്ഞത് രാഹുൽ വിഷയം കത്തി നിൽക്കുമെന്ന കാര്യത്തിലൊരു വ്യക്തതയിലേക്ക് വരുന്നത്. ചൊവ്വാഴ്ചയാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ്. അതുവരെ ഈ വിഷയം അന്തരീക്ഷത്തിൽ നിൽക്കും. മറ്റു വിഷയങ്ങളൊക്കെ മാഞ്ഞു പോകുന്ന പശ്ചാത്തലവും ഒരുങ്ങുന്നു. ഇതിനെയൊക്കെ എന്താണ് നേരിടാനുള്ള ഏക മാർഗം ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ്. അത് ഏത് കൊച്ചുകുട്ടിക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധി? എന്തുകൊണ്ടാണ് ഈ ആശയക്കുഴപ്പം? രഞ്ജിത്ത്, പ്രതിപക്ഷ VD സതീശൻ ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി കൂട്ടാൻ കൊള്ളാവുന്ന ഒരാളല്ല. അയാളെ പാർട്ടിക്ക് പുറത്താക്കണം നിലപാടുള്ള നേതാവ് തന്നെയാണ്. തുടക്കം മുതൽ ആ നിലപാടെടുത്തയാളാണ്. മുൻ KPSC അധ്യക്ഷൻ രമേശ് ചെന്നിത്തല രാഹുലിനെതിരെ പാർട്ടി നടപടിയെടുത്തത് ഏതെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിൽ തങ്ങൾക്കുണ്ടായ ഉറച്ച ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് പറഞ്ഞയാളാണ്. K മുരളീധരൻ പൊക്കിൾക്കൊടി ബന്ധം വിച്ഛേദിക്കുകയാണ്, ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായി എന്ന് പലതവണ പറഞ്ഞയാളാണ് മുൻ KPSC അധ്യക്ഷൻ K മുരളീധരൻ. രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട്. സണ്ണി ജോസഫ് പലപ്പോഴും നടപടിയെടുത്തു, ഇനി നടപടി ചോദിക്കുന്നു. ഒരു ചാഞ്ചല്യം ഈ കാര്യത്തിൽ പുലർത്തിയ നേതാവാണ്. പക്ഷേ ഇത്രയധികം പ്രധാനപ്പെട്ട നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്തു പോകുന്നതാണെന്ന് പറയുമ്പോഴും മഹിളാ കോൺഗ്രസ് അടക്കമുള്ള കോൺഗ്രസിലെയും മറ്റ് പോഷക സംഘടനകളിലെയും പ്രധാന വനിതാ നേതാക്കളടക്കമുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിന് എത്രയും വേഗം പടിയടച്ച് പിണ്ടം വയ്ക്കണമെന്ന് ആവശ്യപ്പെടുമ്പോഴും എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അത്തരമൊരു നടപടിക്ക് കോൺഗ്രസ് നേതൃത്വം ധൈര്യപ്പെടുന്നില്ല? ആരാണ് രാഹുലിനെ സംരക്ഷിക്കുന്ന ചോദ്യമാണ് അവിടെ ഉയർന്നു വരുന്നത്. അവിടെ രാഹുലിന്റെ സംരക്ഷകർ തീർത്തും ദുർബലരല്ല. പാർട്ടിയിൽ അതിപ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്ന 3 നേതാക്കളെങ്കിലും രാഹുലിന് വേണ്ടി നിലകൊള്ളുന്നുണ്ട്. KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ 3 പേരെങ്കിലും രാഹുലിന് വേണ്ടി അതിശക്തമായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ തന്നെയാണ് രാഹുലിന് ഇപ്പോഴും ഈ സംരക്ഷണ കവചം തീർക്കുന്നത്. രാഹുൽ ഒളിവിൽ കഴിയുന്നു എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വിലയിരുത്തപ്പെടുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമായ കർണാടകയിലാണ്. രാഹുൽ രക്ഷപ്പെടാൻ വഴിയൊരുക്കിയതും കോൺഗ്രസ് നേതാക്കളെന്ന് പറയുന്നു. ഇവിടെ തിരുവനന്തപുരത്തെ അഭിഭാഷകനെ ബന്ധപ്പെട്ടത് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് തന്നെയാണ്. KPSC വളരെ പ്രധാനപ്പെട്ട ഭാരവാഹിത്വമുള്ള പ്രധാനപ്പെട്ട നേതാവാണ് അഭിഭാഷകനെ ബന്ധപ്പെട്ടത്. അത്തരത്തിൽ ഈ രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവ് VD സതീശനും K മുരളീധരനും രാജ്മോഹൻ ഉണ്ണിത്താനും പോലുള്ള ഒരു പിടി തലമുതിർന്ന നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി വേണമെന്ന് നിരന്തരം ആവശ്യപ്പെടുമ്പോഴും സംരക്ഷണ കവചം തീർക്കാനും വലിയൊരു നിരയുണ്ട്. പാർട്ടിയിൽ വളരെ ശക്തരായി വരുന്ന ഒരു പുതുനിരയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ എപ്പോഴും സംരക്ഷിക്കുന്ന അവരാണ്. അവർ ഇപ്പോഴും രാഹുലിനെ കൈവിട്ടിട്ടില്ല. മുതിർന്ന നേതാക്കളോട് പോലും ചില രാഹുലിന്റെ സംരക്ഷകർ എപ്പോഴും പറയുന്ന ജാമ്യം കിട്ടും. ഇന്നലെ തന്നെ രാഹുലിന്റെ നടപടിയെടുക്കാൻ പാർട്ടി ഏറെക്കുറെ ധാരണയിലെത്തിയതാണ്. ഹൈക്കമാൻഡ് പ്രധാന നേതാക്കളുമായി സംസാരിക്കുമ്പോഴുമൊക്കെ അത്തരമൊരു അഭിപ്രായം നേതാക്കൾ പറയുന്നതാണ്. പക്ഷെ അപ്പോഴും അവിടെ തടഞ്ഞത് ഈ രാഹുലിന്റെ ഒപ്പം നിൽക്കുന്ന, രാഹുലിനെ സംരക്ഷിക്കാൻ എന്ത് വില കൊടുത്തും കൂടെ നിൽക്കുന്ന ചില നേതാക്കൾ തന്നെയാണ്, യുവ നേതാക്കൾ തന്നെയാണ്. അവർ തന്നെയാണ് ഇപ്പോഴും സംരക്ഷണ കവചമൊരുക്കുന്നത്. അവർ തന്നെയാണ് ഈ കേസിൽ രാഹുലിന് ജാമ്യം ലഭിക്കുമെന്ന് നേതാക്കൾക്ക് ഉറപ്പ് കൊടുത്തുകൊണ്ട്, അങ്ങനെയെങ്കിൽ നേരത്തെ CPMന്റെ MLA M മുകേഷ്, കോൺഗ്രസിന് തന്നെ എൽദോസ് കുന്നപ്പള്ളിയിലും അതുപോലെ വിൻസെന്റും അവർക്കൊന്നുമില്ലാത്ത എന്ത് പ്രത്യേകതയാണ് രാഹുലിനുള്ളത് ചോദിച്ചുകൊണ്ട് രാഹുലിനെ സംരക്ഷിക്കാൻ നിൽക്കുന്നത്. പക്ഷേ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ രാഹുൽ കോൺഗ്രസിൻ്റെ അംഗമായി തുടരുന്നിടത്തോളം, രാഹുൽ കോൺഗ്രസ് ടിക്കറ്റിൽ പാലക്കാട് MLA ആയി തുടരുന്നിടത്തോളം കോൺഗ്രസിനെ ഈ വിഷയങ്ങൾ വേട്ടയാടുമെന്ന് ഉറപ്പാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് പ്രാദേശിക വിഷയങ്ങൾ പൊതുവിൽ വിലയിരുത്തപ്പെടുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് സ്വർണ്ണക്കൊള്ളയാണ്. കള്ളന്മാർക്ക് മാപ്പില്ല എന്നാണ് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം തന്നെ. പക്ഷേ അമ്പലക്കൊള്ളയും ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമൊക്കെ ഏറെ പിന്നിലേക്ക് പോകുന്ന തരത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉയർന്നു വരുന്നുണ്ട്. അതൊരു പക്ഷേ പ്രതിപക്ഷം മാത്രമല്ല പറയുന്നത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയമൊക്കെ പ്രതിപക്ഷം മാത്രം വിമർശിക്കുമ്പോൾ, BJPയും കോൺഗ്രസും UDFും വിമർശിക്കുമ്പോൾ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏറ്റവും ശക്തമായ വിമർശനം ഉയർന്നത് കോൺഗ്രസ് പാർട്ടിയിൽ തന്നെയാണ്, അതിൻ്റെ പോഷക സംഘടന തന്നെയാണ്. ഇന്ന് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ T സിദ്ദിഖിൻ്റെ, കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ T സിദ്ദിഖിൻ്റെ ഭാര്യയ്ക്ക് പോലും
ഇങ്ങനെ ഒരു കാട്ടാളനായി കിരാതനായി രാഹുൽ മാങ്കൂട്ടത്തിന് തോന്നുന്നുവെങ്കിൽ കോൺഗ്രസ് വിശ്വസിക്കുന്ന സ്ത്രീകൾ അവരുടെ കുടുംബാംഗങ്ങൾ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അനുകൂലമായി വോട്ട് ചെയ്യും? ഇതാണ് CPM ചോദിക്കുന്ന ചോദ്യം. അതുതന്നെയാണ് കോൺഗ്രസിനെ അലട്ടുന്നത്. രാഹുലിനെതിരെ സംരക്ഷണ കവചം ഓരോ സമയം ആ കവചത്തിന്റെ ദൈർഘ്യം, ആഴം, ശക്തി കൂടുന്തോറും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തിരിച്ചടി ഉണ്ടാകുമോ എന്ന ആശങ്ക വലിയൊരു വിഭാഗം നേതാക്കൾക്കുണ്ട്, പ്രവർത്തകർക്കുണ്ട്. അതുതന്നെയാണ് കേവലം അവർ തെരഞ്ഞെടുത്ത സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി എന്നതുകൊണ്ട് മാത്രം ജനത്തിനോട് എന്തുത്തരം പറയാൻ സാധിക്കും? കോൺഗ്രസ് പാർട്ടിയുടെ ടിക്കറ്റിൽ, കോൺഗ്രസിന്റെ കെയർ ഓഫിൽ കോൺഗ്രസ് പ്രവർത്തകർ വിയർപ്പൊഴുക്കി പാലക്കാട്ട് നേടിക്കൊടുത്ത വിജയം, MLA ആയി ജനപ്രതിനിധിയായി ഇപ്പോഴും ഇരിക്കുകയാണ്. 2 ബലാത്സംഗ കേസുകളിലെ പ്രതി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായി ആയിരിക്കാം എന്നുകൂടി വേണം മനസ്സിലാക്കാൻ. നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചുകൂടി ഗൗരവ സ്വഭാവമുള്ള കേസുകളിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായിരിക്കുന്നത്. പെൺകുട്ടിയുടെ അടക്കം മൊഴിയുണ്ട്, രണ്ടാമത്തെ പെൺകുട്ടിയുടെ പരാതിയുണ്ട്. എന്നിട്ടും കാലതാമസം എന്തിന് എന്ന ചോദ്യം കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തിയാൽ, സാധാരണ ജനങ്ങൾ ചോദിച്ചാൽ മറുപടി ഉണ്ടാവില്ല. ഡാൻ കുര്യൻ, അത് ഇന്നിപ്പോൾ പാർട്ടിക്കകത്ത് നിന്ന് ഇന്നലെ വന്ന പരാതി, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. വനിതകളുടെ പരാതി ഷാനിമോൾ ഉസ്മാൻ ആവശ്യപ്പെടുന്നു, അപ്പുറത്ത് ഷമാ മുഹമ്മദിന്റെ ആവശ്യമുണ്ട്. തനിക്ക് വ്യക്തിപരമായ അനുഭവം തുറന്നു പറഞ്ഞ് കോൺഗ്രസിന്റെ വനിതാ നേതാവ് കോഴിക്കോട്ടെ രംഗത്ത് വരുന്ന സാഹചര്യം ഒരുങ്ങുന്നു. കൂടുതൽ നേതാക്കൾ പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും ഇപ്പോഴും കോടതി നടപടി വരട്ടെ, ആലോചിക്കാം, ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നൊക്കെയുള്ള അഴകുഴമ്പൻ വാദങ്ങൾ, ന്യായങ്ങൾ ഒരു തരത്തിലും പാർട്ടിക്ക് ഭൂഷണമല്ലല്ലോ. അതായത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ അനുകൂലമായ ഒരു തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായാൽ അതിനു മുമ്പ് രാഹുലിനെതിരെ കടുത്ത ഒരു നീക്കം, കെ മുരളീധരന്റെ ഭാഷയിൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനോട് എന്ത് മറുപടി പറയുമെന്ന സന്ദേഹമാണ് രാഹുലിനെ അനുകൂലിക്കുന്ന കോൺഗ്രസിലെ ഒരു വിഭാഗം. അതായത് വിരലിലെണ്ണാവുന്നവരെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിരലിലെണ്ണാവുന്ന നിർണായക സ്വാധീനമുള്ള ഏതാണ്ട് 6ഓളം നേതാക്കന്മാർക്കുള്ളത്. അതുതന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അനിശ്ചിതത്വത്തിന്റെ കാരണമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിഭാഗം വാദിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുലിനെതിരെ നടപടി വൈകുന്ന സാഹചര്യം വന്നാൽ ഇന്നലെ ഷഹനാസ് നടത്തിയ പ്രസ്താവനയ്ക്ക് സമാനമായ തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങളുമായി കൂടുതൽ പേർ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായാൽ അത് പാർട്ടിക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നിർണായക സമയത്ത്, തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സമയത്തുണ്ടാക്കുന്ന ക്ഷീണം ചെറുതായിരിക്കില്ല എന്ന കാര്യം മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ രാഹുലിനെതിരെ ഗൗരവതരമായ പരാതി ഇനിയും വരികയും ഈ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെടുകയുമൊക്കെ ചെയ്യുന്ന സാഹചര്യമാണെങ്കിൽ ഇപ്പോൾ പൊതിഞ്ഞു പിടിച്ചേക്കുന്നവർ അതിന്റെ വിമർശന ശരങ്ങൾ മുഴുവൻ ഏൽക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. മാത്രമല്ല, ഡിസംബർ 13 എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് നിർണായകമായ ഒരു ദിവസമായി മാറുന്നത് ഈ ചില രാഷ്ട്രീയ കാരണങ്ങൾ കൂടി കൊണ്ടാണ്. അതായത് രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയുടെ വ്യക്തി ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പാർട്ടിയെ അതുമായി ബോധപൂർവം ബന്ധിപ്പിച്ച് അതിനെ രാഷ്ട്രീയ വേട്ടയാടലുള്ള നീക്കം നടത്തുകയാണെന്ന പ്രതീതി സൃഷ്ടിക്കാൻ ചിലർ ശ്രമിച്ചു എന്ന ആക്ഷേപമാണ് രാഹുലിനെ എതിർക്കുന്ന പാർട്ടിയിലെ വലിയൊരു വിഭാഗം നേതാക്കൾ, പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള എല്ലാവരും പങ്കുവെക്കുന്നത്. അതായത് രാഹുലിന് വ്യക്തിപരമായി ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചകളെ പാർട്ടിയുമായി ബന്ധിപ്പിക്കേണ്ടതിന്റെ എന്ത് കാര്യമാണുള്ളത് എന്ന കാര്യമാണ്. അതായത് ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അടക്കം പറഞ്ഞിരിക്കുന്നത് ഇത് CPM-ഉം BJP-യുമായി നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചനയാണെങ്കിൽ പിന്നെ ഞങ്ങളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരാതി വരുന്നതിന് മുമ്പ് പാർട്ടി തലത്തിൽ നടപടിയെടുത്തതെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന്റെയും രമേശ് ചെന്നിത്തലയുടെയും കെ മുരളീധരന്റെയും ഒക്കെ വാക്കുകളുടെ പ്രസക്തി എന്താണ് എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരും. അതുകൊണ്ട് തന്നെയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതിന് വേണ്ടി അതിനുവേണ്ടി കാക്കാതെ തന്നെ അടിയന്തരമായ നടപടി രാഹുലിനെതിരെ എടുക്കണമെന്ന ആവശ്യം പാർട്ടിയിലെ വലിയൊരു ഭൂരിപക്ഷവും മുമ്പോട്ട് വെക്കുന്നത്. ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ കടുത്ത അതൃപ്തിയിലാണ്. കാരണം ദേശീയ മാധ്യമങ്ങളടക്കം വലിയ തരത്തിൽ ഈ വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസമായി ക്യാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ദേശീയ തലത്തിലും കോൺഗ്രസിനുണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് അടിയന്തരമായ നടപടി വേണമെന്ന ആവശ്യത്തിന് ആക്കം കൂടുന്നത്.